ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളെ പ്ലസ് ടുക്കാർക്ക് എന്താണ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാമാണ് വരുന്നത്. അപ്പോൾ മലയാളം ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആൻഡ് ഓൾസോ എന്താണ് ഇതുവരെ പഠിക്കാത്തവരാണ്, അല്ലെങ്കിൽ മലയാളം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എന്താക്കുക, എല്ലാ ലെസൺസും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതാണ്. ഇത് കാണുന്നുണ്ടല്ലോ, എഴുത്തകം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനകത്ത് കണ്ണാടി കാൺമോളവും പ്രകാശം ജലം പോലെയാണ്, കിരാതവൃത്തം, അവകാശങ്ങളുടെ പ്രശ്നം, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് ഇതിനകത്തുനിന്ന് കിരാതവൃത്തമൊക്കെ നമുക്ക് എസ്സേക്ക് ചോദിക്കുന്ന ചാപ്റ്റർ കൂടിയാണ് കേട്ടോ, 8 മാർക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക എന്താണ് എഴുത്തകം. പിന്നെ അത് മാത്രമല്ല, ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഈ എഴുത്തകം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് തന്നെ എന്താണ് ECG സുദർശനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ യൂണിറ്റ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾ വായിച്ചിട്ട് പോവുക. ആൻഡ് അടുത്ത തനതിടം എന്ന് പറഞ്ഞ 2ാമത്തെ യൂണിറ്റിലോട്ട് വരുമ്പോൾ കേശിനി മൊഴി, അഗ്നിവർണ്ണൻ്റെ കാലുകൾ, പദത്തിൻ്റെ പദത്തിൽ, മാപ്പിളപ്പാട്ടിലെ കേരളീയതൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 4 ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? അഗ്നിവർണ്ണൻ്റെ കാലുകളാണ്. ആ ഒരു വലിയൊരു നാടകമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു നാടകം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അതിനകത്തുനിന്ന് നമുക്ക് എസ്സേക്ക് ഒക്കെ വരാറുണ്ട് കേട്ടോ, ആ ഒരു പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. പിന്നെ ദർപ്പണം എന്ന് പറയുന്ന യൂണിറ്റിലോട്ട് പോകുമ്പോൾ കൊള്ളിവാക്കല്ലാതൊന്നും, ഗൗളി ജന്മം, തേങ്ങ, പിന്നെന്താ ബദരിയും പരിസരങ്ങളും, യമുനോത്രിയുടെ ഊഷ്മളതയിൽ. അപ്പോൾ ഇതിനകത്തൊക്കെ അത്യാവശ്യം എല്ലാം സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് കേട്ടോ. കൊള്ളിവാക്കല്ലാതൊന്നും, ഗൗളി ജന്മവും, തേങ്ങയൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് കാണും. പിന്നെ ബദരിയും പരിസരങ്ങളും, യമുനോത്രിയുടെ ഊഷ്മളതയിൽ. അപ്പോൾ ഇത് യാത്രയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ചാപ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. 2 ചാപ്റ്റേഴ്സും ചേർത്തിട്ടൊക്കെ എസ്സേക്കോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്കോ ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. മാധ്യമം എന്ന് പറയുന്ന 4ാമത്തെ യൂണിറ്റ് എന്താണ്, കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്. വാങ്കഡയുടെ ഹൃദയത്തുടുപ്പുകൾ, മാധ്യമ വിചാരം, നവമാധ്യമങ്ങൾ, ശക്തിയും സാധ്യതയും, കയ്യൊപ്പില്ലാത്ത സന്ദേശം അല്ലേ. അപ്പോൾ വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങൾ എന്താക്കുക, ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. പ്രത്യേകിച്ച് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ചാപ്റ്ററാണ് വാങ്കഡയുടെ ഹൃദയത്തുടുപ്പുകൾ അല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെ മാധ്യമങ്ങൾ റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. പിന്നെ PYQs കൂടി ഒന്ന് എടുത്ത് നോക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. കാരണം നമുക്കറിയാം മലയാളത്തിലെ 1 വേർഡ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ചിലപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും PYQs ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അതിലൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 വർഷത്തെ PYQs എന്തായാലും ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെടുത്ത് ജസ്റ്റ് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതിന് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ 1 വേർഡ്സ് എങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. കാരണം അത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വേർഡ്സ് നിങ്ങൾ ആ രീതിക്കൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ എന്താണ് ഫസ്റ്റിലോട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതായത് ആദ്യത്തെ ഒരു 3 യൂണിറ്റിലെ പാഠഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കിയിട്ട് പോകാം കേട്ടോ. PYQs കൂടി എടുത്ത് റെഡിയാക്കുക. അല്ലാണ്ട് പ്രത്യേകിച്ച് മലയാളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല അല്ലേ. 1 വേർഡാണ് വരുന്നത്. അപ്പോൾ അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. ബാക്കി നിങ്ങൾ ചാപ്റ്റേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും ഒരു സമ്മറിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമുക്ക് എഴുതാൻ അറിയുന്നുണ്ടായിരിക്കും പക്ഷേ ടൈം തികയത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. എന്താണ് ഹിന്ദിക്കാരൊക്കെ പെട്ടെന്ന് എഴുതി തീരും, പക്ഷേ മലയാളത്തിൽ ലാസ്റ്റ് ആയാലും നമ്മൾ എഴുതി തീരത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുക. മീൻസ് ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാ സെക്ഷനകത്തും. അപ്പോൾ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ 1 വേർഡ്സ് എടുക്കുകയാണെങ്കിൽ ഈ 1 വേർഡ്സിനകത്ത് ഞാൻ ഏതൊക്കെ 1 വേർഡ് എഴുതണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് തീരുമാനിച്ച് വയ്ക്കുക. എസ്സേ എടുക്കുകയാണ്, അപ്പോൾ 8 മാർക്കിൻ്റെ 3 ചോദ്യം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് 2 ചോദ്യമാണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വായിച്ച് ഏത് എഴുതണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ടൈം പിന്നെ നമുക്കത് അത്രയും സേവ് ചെയ്യാൻ പറ്റും. കൂൾ ഓഫ് ടൈമിൽ തന്നെ ഇത് ഇത്രയും ചെയ്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് 1 വേർഡ്സ് വേഗത്തിൽ എഴുതി തീർക്കുക. ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതുക. എന്തെങ്കിലും അതിൽ ഡൗട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ സ്ഥലം വിട്ടിട്ട്
ലാസ്റ്റ് എഴുതാം എന്നുള്ള നിലയ്ക്ക് പോവുക. അല്ലാണ്ട് അവിടെ ആലോചിച്ച് നിന്ന് സമയം കളയരുത്. പിന്നെ അടുത്ത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ 2 മാർക്കിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു 2 സെൻറ്റൻസ് മതി, കൂടിപ്പോയൊരു 3 സെൻറ്റൻസ്. പിന്നെ നമുക്ക് ചിലത് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ ഒരു 3 4 അതിനപ്പുറം ഒന്നും പോകരുത് കേട്ടോ. 2 സെൻറ്റൻസ് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ 2 സെൻറ്റൻസിലൊക്കെ എഴുതാൻ പറ്റുന്ന അങ്ങനെ തന്നെ എഴുതുക, അത് പെട്ടെന്ന് ഇത് തീർക്കുക. പിന്നെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് എന്താക്കുക ചെയ്യേണ്ടത്, 4 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 പേജോളം മതി. ഓക്കെ, അതായത് ഒരു പേജിൻ്റെ ഒരു 3/4 പേജ് മതിയാവും. കൂടിപ്പോയ ഒരൊറ്റ പേജ് ഫുള്ള് അത്രയും വേണ്ടുള്ളൂ. ഒരു പേജ് കവിഞ്ഞ് പോകരുത്. ഓക്കെ, 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ, കാരണം അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം പോകും. അതിൻ്റെ ആവശ്യമില്ല 4 മാർക്കിന് ചോദിക്കുമ്പോൾ. പിന്നെ 6 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ഷോർട്ടസ്റ്റ് ആയിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു 1.5 പേജ്, ഓക്കെ 1.5 പേജ് മതിയാവും. 1.5 പേജ് മതി കേട്ടോ, അത് തന്നെ ധാരാളമാണ്. പിന്നെ കൂടിപ്പോയ ഒരു 2 പേജ് കേട്ടോ. ഇപ്പോൾ കഥയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു 2 പേജ് അത്രയൊക്കെ മതി. പക്ഷേ ടൈം കൂടി നിങ്ങൾ നോക്കുക, 1.5 പേജ് മതിയാവും. അപ്പോൾ ടൈം കൂടി നോക്കി അതിനനുസരിച്ച് എഴുതുക. അടുത്ത 8 മാർക്കിൻ്റെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 8 മാർക്കിന് 2 ചോദ്യം നമുക്ക് എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ ആ 2 ചോദ്യങ്ങളും ആ 2 ചോദ്യത്തിന് തന്നെ നിങ്ങൾ മാക്സിമം ടൈം എടുക്കുക. കാരണം നമുക്ക് എത്രത്തോളം എഴുതണോ അത്രയും നമുക്ക് സേഫാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ അതായത് അതിന് ഒരു ലിമിറ്റ് പറയുന്നത് ഒരു 2.5 പേജാണ് നമ്മൾ നോർമലി പറയുന്നത്. 8 മാർക്കിന് വരുമ്പോൾ ഒരു 2.5 പേജ് എഴുതണം. ഓക്കെ, 2.5 എന്ന് പറയുന്നത് ഒരു 3 പേജൊക്കെ ആവുന്നത്, 3 പേജോളം എഴുതുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഞാൻ പേജ് ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 4 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒരൊറ്റ സിംഗിൾ പാരഗ്രാഫാക്കി, അതായത് ഒരൊറ്റ പാരഗ്രാഫാക്കി എഴുതിയാൽ മതിയാവും. ഓക്കെ, ഒരു പേജിലാണ്, അപ്പം ഒരു പാരഗ്രാഫാക്കി എഴുതിയാൽ മതി, ഒരു 3/4 പേജൊക്കെ മതി അവിടെ. പിന്നെ 6 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ പാരഗ്രാഫ് തിരിച്ച് ഒരു 3 4 പാരഗ്രാഫുകളാക്കിയിട്ടൊക്കെ എഴുതിയാൽ നല്ലതായിരിക്കും. 8 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ മസ്റ്റായിട്ടും പാരഗ്രാഫ് തിരിച്ച് തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, പാരഗ്രാഫ് തിരിക്കാണ്ട് ഒറ്റ പാരഗ്രാഫിൽ പേജ് കണക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് തന്നെ നിങ്ങൾ കണ്ടൻറ്റ് വെച്ചിട്ട് എഴുതി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാറുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഥവാ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇത്തിരി ഒരു ഇൻഡയറക്റ്റ് വേയിലോ ഒക്കെ ചോദിക്കുകയാണെങ്കിലും ഏതായാലും നിങ്ങൾക്ക് ആ ഏത് പാഠത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ പാഠമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തറിയാവോ അത് എഴുതി വയ്ക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അയ്യോ ഇത് എനിക്ക് കറക്റ്റ് പ്രോപ്പർ ആൻസർ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ കറക്റ്റ് എനിക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ള ഏതെങ്കിലും ചോദ്യം വരികയാണ് ഷോർട്ട് എസ്സേയിലൊക്കെ എന്നുണ്ടെങ്കിൽ എന്താക്കുക, ആ പാഠഭാഗം ഏതാണെന്ന് ഓർത്ത് നോക്കുക. ദെൻ ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം വെറുതെ ബ്ലാങ്ക് ആക്കിയൊന്നും വിടരുത്. ഓക്കെ, ഒന്നും ഇടാണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ടിട്ട് അങ്ങനെയൊന്നും പോകരുത്. എന്തെങ്കിലും അവിടെ എഴുതി വെക്കണം. ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എങ്കിലും ആ പാഠഭാഗം റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട്, അതെങ്കിലും നിങ്ങൾ പാരഗ്രാഫാക്കി നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഒന്നും എഴുതാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കില്ല, ഒരു മാർക്കും അവിടെ കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും എഴുതി വെച്ച് നമുക്കവിടെ എന്തെങ്കിലും മാർക്ക് കിട്ടിപ്പോവും. ഓക്കെ, ഇത് ഒട്ടും അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ ഈ പാരഗ്രാഫ് തിരിച്ച് എഴുതാനുള്ള ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേഗത്തിൽ മാക്സിമം ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് എഴുതി നോക്കുക കേട്ടോ, എഴുതാൻ തന്നെ നോക്കുക. ഇപ്പം നിങ്ങൾ അഥവാ എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, PYQs ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ഇനി നിങ്ങൾ ടൈമറൊക്കെ ഇട്ടൊന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ടൈം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ 8 മാർക്കിൻ്റെ ഒട്ടൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് അവസാനം എന്താ പറയുക, അത്രയും ഒരു ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അത്രയൊന്നും ഒരു ഉള്ളിൽ ആ ഒരു പേടിയോടെയൊക്കെ ആയിരിക്കും 8 മാർക്കിൻ്റെയൊക്കെ എഴുതേണ്ടി വരും നമ്മളങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് 8 മാർക്കിൻ്റെയൊക്കെ എന്ന് പറയുമ്പം നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ആദ്യമേ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ എഴുതി പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ടൈമൊന്നും വേസ്റ്റ് ആക്കരുത്. ഓക്കെ, പിന്നെ എല്ലാവരും വാച്ചൊക്കെ കൊണ്ടുപോവുക. സോ ടൈം കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, ടൈം നോക്കി വേണം എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാം കയ്യിൽ നിന്ന് പോകും. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കോൺഷ്യസ് ആയിരിക്കണം. എന്തായാലും ആ രീതിക്ക് തന്നെ എഴുതി പോവുക. ഓക്കെ, അപ്പം മാക്സിമം ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ.